ബലാത്സംഗ കേസിൽ എം മുകേഷ് എംഎൽഎയുടെ രാജിക്കായി സമ്മർദ്ദമേറുന്നതിനിടെ നിർണായക CPIM സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് പോലീസ് സുരക്ഷയിൽ എം മുകേഷ് കൊച്ചിക്ക് തിരിച്ചു. കൊച്ചിയിലെത്തുന്ന മുകേഷ് അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. മുകേഷ് വരേണ്ടതുണ്ട്. അഭിഭാഷകനായിട്ട് സംസാരിക്കുകയും കേസിനെ കുറിച്ച് വിവരങ്ങൾ തരികയും ചെയ്യേണ്ട ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ എപ്പോൾ വരുന്നു, എങ്ങനെ വരുന്നു, എവിടെ വരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് കൃത്യമായൊരു ധാരണയില്ല. മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷിനെ ചോദ്യം ചെയ്യുക എന്നൊരു ഉദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ ഏത് സമയത്തും നമ്മൾ തയ്യാറാണ്. ചോദ്യം ചെയ്യാൻ എനി ടൈം വി ആർ റെഡി. മുകേഷ് അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താനായിട്ട് അദ്ദേഹത്തിന് മാത്രമേ കാര്യങ്ങൾ പറയാൻ പറ്റൂ. നമുക്ക് പക്ഷേ ഇതുവരെ നോട്ടീസ് കിട്ടിയിട്ടില്ല. ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞിട്ട് സാധാരണഗതിയിൽ ഒരു നോട്ടീസ് ലഭിക്കേണ്ടത് നമുക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല. അതേസമയം സംസ്ഥാന നേതാക്കൾ മുകേഷിന് പ്രതിരോധം തീർക്കുമ്പോൾ നടപടി വേണമെന്നാണ് CPIM കേന്ദ്ര നേതാക്കളുടെ നിലപാട്. നടപടി വേണമെന്നാണ് PB അംഗങ്ങളായ ബൃന്ദ കാരാട്ടിന്റെയും സുഭാഷിണി അലയുടെയും നിലപാട്. That is true, and the first thing that has been done is he's been removed from that committee of which he was a member. Now we will see as the case progresses what happens, because we should not get influenced by the kind of people who are raising these demands. There are people in the Congress party who have been charge sheeted for rape. They are still MLAs. The BJP has given remission to rapists in Gujarat. So that is not the point. The point is an allegation has been made, a case is being registered, proper investigation should be made and proper punishment should be given. And I'm sure that the government will act in a proper way. And it is not only women of other parties, it is women in our party everywhere who are very much angry, who are very much perturbed by what is happening, and certainly there will be no escape for anybody against whom a proper case is registered. എന്നാൽ മുകേഷുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് പ്രകാശ് കാരാട്ട് ഒഴിഞ്ഞുമാറി. മുകേഷിന്റെ കാര്യത്തില് അത് കേരളത്തിൽ ഡിസൈഡ്, നമ്മളിവിടെ ഒന്നും പറയാനായി. ഈ കാര്യം കേരളത്തിൽ ഡിസൈഡ് ചെയ്യും. വിവരങ്ങളുമായി VA ഗിരീഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഗിരീഷ്, ഈ വിഷയത്തിൽ പാർട്ടിയിലൊരു ഭിന്നതയുണ്ടെന്ന് തോന്നത്തക്ക രീതിയിലാണല്ലോ ഇപ്പോൾ ഈ വരുന്ന പ്രതികരണങ്ങളെല്ലാം. ഒപ്പം തന്നെ ഇന്ന് മുകേഷ് കൊച്ചിയിലേക്ക് അഭിഭാഷകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറപ്പെട്ടിട്ടുമുണ്ടല്ലോ. ക്രിസ്റ്റീന, മുകേഷ് രാജിവെക്കണമോ വേണ്ടയോ എന്ന ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോഴും തുടരുകയാണ്. ഈ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഇന്നലെ ചേർന്ന അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന ഒരു ധാരണയിലെത്തിയിരുന്നു. എന്നാൽ മുകേഷിന്റെ രാജിക്കായി വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമ്മർദ്ദം ഉയരുകയാണ്. പ്രതിപക്ഷവും അതോടൊപ്പം തന്നെ CPIയും ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിനിടയിലാണ് CPM കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള ചില നേതാക്കൾ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യും. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാകും ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഏതായാലും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPIM സംസ്ഥാന നേതൃത്വത്തിന്റെയും നിലപാടുകൾ നിർണായകമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ ആവശ്യത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് കഴിഞ്ഞ ദിവസം CPIM തീരുമാനിച്ചിരുന്നു. മുകേഷ് ഇനി രാജിവെച്ചാൽ ആ കൊല്ലം സീറ്റിലേക്ക് മത്സരിക്കാനും അതോടൊപ്പം തന്നെ എത്രമാത്രം വിജയസാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങളും കൂടി പരിഗണിച്ച ശേഷമാകും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. പക്ഷേ അപ്പോഴും ഉയരുന്ന ഒരു ചോദ്യം, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം എപ്പോഴും സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു കേസിൽ പ്രതിയായ, പ്രത്യേകിച്ചും ഒരു ലൈംഗിക പീഡന കേസിൽ പ്രതിയായ ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് VA ഗിരീഷാണ്. CPIM സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. എം മുകേഷ് MLA രാജിവെക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും.